വിഴിഞ്ഞത്തിലേക്കാണ് വീണ്ടും. അവിടെ സാൻ ഫെർണാണ്ടോ ഇന്ന് നങ്കൂരമിട്ടു. അതിൽ നിന്ന് ആദ്യ കണ്ടെയ്നറുകൾ പുറത്തേക്ക് വന്നു തുടങ്ങുകയാണ്. കേരളം കാത്തിരുന്ന ചരിത്ര നിമിഷമാണ്, അഭിമാന നിമിഷമാണ്. ആദ്യമായി സാൻ ഫെർണാണ്ടോയിൽ നിന്ന് കണ്ടെയ്നറുകൾ പുറത്തേക്ക് വരികയാണ്. വലിയ തോതിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. നാളെയാണ് ഔദ്യോഗിക സ്വീകരണമെങ്കിലും വാട്ടർ സല്യൂട്ട് അടക്കം നൽകിക്കൊണ്ടാണ് സാൻ ഫെർണാണ്ടോയെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് സ്വീകരിച്ചത്. നമ്മൾ ഇന്ന് ഏതാണ്ട് 7ഓളം സീ ടു ഷോർ ക്രെയിനുകൾ അതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം യാർഡ് ക്രെയിനുകൾ അടക്കമുള്ളവയുണ്ട്. വലിയ സവിശേഷതകളുള്ള തുറമുഖമാണ് എന്ന് നമുക്കറിയാം. ചരക്ക് നീക്കമടക്കം തുടങ്ങുന്ന ചരിത്ര നിമിഷത്തിന് നമ്മൾ സാക്ഷികളാവുകയാണ്. അമൽ തേനമ്പറമ്പൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, കേരളം കാത്തിരുന്ന ചരിത്ര നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കണ്ടെയ്നറുകൾ തീരത്തേക്ക് എത്തിച്ചു തുടങ്ങുന്നു. അമൽ, കേൾക്കാമോ? ദൃശ്യങ്ങളിൽ അവിടേക്ക് നോക്കിയാൽ കാണാനാകും കണ്ടെയ്നറുകൾ ഇറക്കാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു. കൃത്യം 11:30 തന്നെ ആദ്യ കണ്ടെയ്നർ ബെർത്തിലേക്ക് ഇറക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലൊരു വിവരമാണ് ഇപ്പോൾ അദാനി പോർട്ട് അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇത് എത്തി 9:50 ഇവിടെ നങ്കൂരമിട്ട് ബെർത്തിനോട് ചേർത്ത് നിർത്തിയതാണ്. അതിനുശേഷം പിന്നീട് ചില ക്ലിയറൻസുകളും മറ്റുമൊക്കെ ലഭിക്കാനുണ്ടായിരുന്നു. അതിൽ ലഭിച്ചിരിക്കുന്നു. ആദ്യ കണ്ടെയ്നർ അല്പസമയങ്ങൾക്കകം തന്നെ ബെർത്തിലേക്ക് ഇറക്കുകയാണ്. ചരിത്ര മുഹൂർത്തം എന്ന് പറയാം. ഈ കപ്പൽ ഇവിടെ എത്തിയത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇപ്പോൾ എല്ലാ തീരുമാനങ്ങളും ഉണ്ടായിരിക്കുന്നു. ക്ലിയറൻസുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അല്പസമയങ്ങൾക്കകം തന്നെ അത് ഇറക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 1960 കണ്ടെയ്നറുകളാണ് ഇന്ന് ഇറക്കുക. ഇതിൽ ഇറക്കുക എന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് സമയമെടുത്ത് ഇറക്കുമെന്നുള്ളതൊക്കെയാണ് ആദ്യം പറഞ്ഞു കേട്ടിരുന്നതെങ്കിൽ അങ്ങനെയല്ല. എത്രയും വേഗം ഇത് ഇറക്കി തീർക്കുക. ഇത് ഇറക്കുന്നതിൻ്റെ സമയം നമുക്കിപ്പോൾ നിലവിൽ 7 ക്രെയിനുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ 4 ക്രെയിനുകൾ ഉപയോഗിച്ചായിരിക്കും ഈ കണ്ടെയ്നറുകൾ പുറത്തേക്ക് ഇറക്കുക. ഇത് എത്ര വേഗത്തിൽ ഇറക്കി തീർക്കാൻ പറ്റുമെന്നുള്ളത് പോലും ഈ തുറമുഖത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് പറയാൻ കഴിയും. ഒരുപാട് സമയം ഇവിടെ കപ്പലുകൾക്ക് ഒന്ന് കാത്തു കിടക്കേണ്ടി വരില്ല. വന്നാൽ ഉടൻ തന്നെ ചരക്കിറക്കി ഇവിടെ നിന്ന് മടങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് നമുക്ക് ഈ കമ്പനികളെ അടക്കം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനാൽ തന്നെ വേഗത്തിൽ ഇത് ഇറക്കി തീർക്കും. അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്നത് ബെർത്തിനോട് ചേർന്നാണ് ഈ കപ്പൽ കിടക്കുന്നത് എങ്കിൽ ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകളും മറ്റുമൊക്കെ ഈ ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് നാളെയാണ്. അപ്പോൾ ആ സമയമാകുമ്പോൾ മാത്രമായിരിക്കും നാളെ ഈ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരിക. ഈ ചരക്കിറക്കി കഴിഞ്ഞാൽ ഇത് വീണ്ടും നമ്മൾ രാവിലെ കണ്ടതിന് സമാനമായി ഒരല്പം ദൂരത്ത് മാറി ഈ കപ്പൽ നങ്കൂരമിട്ട് കിടക്കും. പിന്നീട് നാളെ 9 മണിക്ക് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സമയത്താകും ഇത് തീരത്തോട് അടുപ്പിക്കുക. ഏതായാലും ഈ ചരക്കിറക്കാനുള്ള കണ്ടെയ്നറുകൾ ഇറക്കാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ എത്രത്തോളം വ്യക്തമാണ് എന്നറിയില്ല. ആ ക്രെയിനുകളിൽ നിന്നും ഈ കണ്ടെയ്നറുകൾ ഘടിപ്പിക്കാനുള്ള ഭാഗം താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇത് ഘടിപ്പിച്ച് നമുക്ക് ഇതിപ്പോൾ കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്നും നേരിട്ടിറക്കുന്ന ക്രെയിനുകളാണ് കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്നത് കുറച്ച് അപ്പുറയാണ്. അവിടേക്ക് ഇത് കൊണ്ടുപോകുന്നതിനുള്ള മറ്റ് ക്രെയിനുകളും അവിടെ സജ്ജമായിട്ടുണ്ട്. അവിടേക്കടക്കം ഇപ്പോൾ അധികം താമസിയാതെ തന്നെ ഈ കണ്ടെയ്നറുകൾ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യം 11 മണി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീടാണത് 11:30 എന്നൊരു സമയം നമ്മളെ മാറ്റി അറിയിച്ചത്. ഇപ്പോഴെന്തായാലും ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഉയർന്നിരിക്കുന്ന ക്രെയിനുകളായിരുന്നു നമ്മൾ രാവിലെ കണ്ടത് എങ്കിൽ ഇപ്പോൾ 3 ക്രെയിനുകൾ മാത്രമാണ് മുകളിലേക്ക് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നത്. മറ്റ് ക്രെയിനുകളെല്ലാം ഈ കപ്പലിന് സമാന്തരമായി കപ്പലിന് തൊട്ട് മുകളിൽ താഴ്ത്തി നിർത്തിയിരിക്കുന്നതാണ് കാണുന്നത്. ഇനിയിപ്പോൾ അതിലൂടെ ചരക്ക് എപ്പോഴാണ് ഈ കണ്ടെയ്നർ മുകളിലേക്ക് ഉയരുന്നത് എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് എല്ലാവരും ഉള്ളത്. അതും അമൽ തേനമ്പറമ്പനാണ് വിഴിഞ്ഞത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സാൻ ഫെർണാണ്ടോയിൽ നിന്ന് കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തീരത്തേക്ക് ഇറക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. അത് കാത്തിരിക്കുകയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരും ക്യാമറകളും എല്ലാം. വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രാവിലെ 7:30 സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരം തൊട്ടത്. അതിനുശേഷം ഏതാണ്ട് 10 മണിയോടുകൂടി ബെർത്തിങ് വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം 11 മണിയോടുകൂടി കണ്ടെയ്നറുകളുടെ നീക്കം തുടങ്ങും എന്നാണ് അറിയിച്ചിരുന്നത്. 11:30 മണിയോടുകൂടി അത് ആരംഭിച്ചിട്ടുണ്ട്. 3 കണ്ടെയ്നറുകളാണ് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ആകാശത്തേക്ക് ഉയർത്തിയിരിക്കുന്നത്. അത് ഇനി വലിയ ക്രെയിനുകൾ ഉപയോഗിച്ച്
തീരത്തേക്ക് മാറ്റും. അമൽ തേനമ്പറമ്പൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അമൽ, എത്രത്തോളം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്? എത്ര വേഗത്തിൽ കണ്ടെയ്നറുകൾ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ്? ഇന്ന് തന്നെ ഇവിടെ ഇറക്കാനുള്ള മുഴുവൻ കണ്ടെയ്നറുകളും തീരത്തേക്ക് ഇറക്കുമോ? മാധു, ഇന്ന് മുഴുവൻ കണ്ടെയ്നറുകളും ഇറക്കി തീർക്കും. അതായത് 1960 കണ്ടെയ്നറുകളാണ്. നിരവധി കണ്ടെയ്നറുകൾ ഇപ്പോൾ ആ കപ്പലിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ മുഴുവൻ കണ്ടെയ്നറുകളും ഇവിടെ ഇറക്കാനുള്ളതല്ല. ഇതിനിപ്പോൾ നാളത്തെ ഉദ്ഘാടന ചടങ്ങ്, ഈ ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ തീരം വിടും ഈ കപ്പൽ. അതിനുശേഷം പിന്നീട് കൊളംബോയിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ നിന്നും പിന്നീട് ഒമാൻ തീരത്തേക്കാണ് ഈ കപ്പൽ സഞ്ചരിക്കുന്നത്. അവിടെയൊക്കെ ഇറക്കാനുള്ള ചരക്കുകൾ ആ കപ്പലിലുണ്ട്. അതിനാൽ തന്നെ ആ കപ്പലിലുള്ളതിൽ വളരെ കുറച്ച് മാത്രം, ഒരുപാട് കണ്ടെയ്നറുകൾ നമുക്കതിൽ കാണാൻ കഴിയും. അതിൽ വളരെ കുറച്ച്, ഈ 1960 എന്ന് പറയുമ്പോൾ ആ കപ്പലിലുള്ളത് വെച്ച് നോക്കുന്ന കണക്കാണെങ്കിൽ അത് വളരെ കുറവാണ്. അതിനാൽ തന്നെ അത് ഇവിടെ ഇറക്കിയ ശേഷമായിരിക്കും ഇവിടെ നിന്നും മറ്റ് തീരങ്ങളിലേക്ക് പോവുക. ഇത് മുഴുവനും ഇന്ന് ഇറക്കി തീർക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നാളെ അവിടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് അതിന് കുറേ അപ്പുറയാണ്. അവിടെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി അടക്കമുള്ളവരും ഇവിടെ എത്തി പിന്നീട് ഈ തീരത്തേക്ക് കപ്പലെടുത്തതിന് ശേഷം അവർ അവിടെ എത്തി ഉദ്ഘാടന ചടങ്ങുകളും മറ്റും പൂർത്തിയാക്കി മടങ്ങും. ഉടൻ തന്നെ ഇവിടെ നിന്നും കപ്പലും തീരം വിടും എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ആ കപ്പലിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരെയും മറ്റുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് അത്ര വലിയ കപ്പലും അത്ര വലിയ തുറമുഖവുമായതിനാലാണ് സ്ക്രീനിൽ ഇത്ര വലുപ്പത്തിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ അതിനും അപ്പുറത്ത് ആളുകൾ നിൽപ്പുണ്ട്. അവരെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ എന്തായാലും ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വിദൂരതയിൽ വളരെ ചെറിയ മനുഷ്യരെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു കപ്പലാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇതുപോലും അത്ര വലിയ കപ്പൽ, ചരക്ക് കപ്പലിൻ്റെ വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലുത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അത് ഈ കപ്പൽ വന്ന് കിടക്കുമ്പോൾ പോലും ഇതിൻ്റെ 3 ക്രെയിനുകൾ ഇനിയും ഒരു കപ്പൽ കൂടി അപ്പുറത്തേക്ക് ഇടാനുള്ള ഒരു സജ്ജീകരണവും ക്രമീകരണവും എല്ലാം അപ്പുറയുണ്ട്. പക്ഷേ അത്ര വലിയൊരു കപ്പലാണ്. പക്ഷേ ഇതിനേക്കാൾ വലിയ കപ്പലിനെ ഉൾക്കൊള്ളാൻ പരുവത്തിനുള്ളൊരു തുറമുഖമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത്. വിമർശനങ്ങളും പരാതികളും ഒക്കെ ഒരുപാടുണ്ട് എങ്കിൽ കൂടി വികസനത്തിൻ്റെ അനന്ത സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ സാൻ ഫെർണാണ്ടോ കപ്പൽ നമുക്ക് മുന്നിലൂടെ ഇവിടെ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തി. അത് ബെർത്തിനോട് ചേർന്ന് കിടക്കുന്നത് മനോഹരമായ കാഴ്ചയാണ്. കാണാനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത് ചരക്കിറക്കുന്ന സമയം ഇങ്ങനെ ഒരുപാട് കടന്നു പോവുക മാത്രമല്ല, അത് ഈ കപ്പൽ വരുന്നത് പോലെ ഉള്ള ഒരു കാഴ്ചയല്ലല്ലോ, അതൊരു സാങ്കേതികമായ നടപടിയാണ്. അതിനാൽ തന്നെ വന്നിരുന്ന ആളുകളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആളുകളൊക്കെ ഇടയ്ക്ക് വന്ന് ഈ കപ്പലൊന്ന് കണ്ടുപോവുകയാണ്. അവരുടെ തീരത്തേക്ക് എത്തിയ ആദ്യ ചരക്ക് കപ്പലാണ്. സ്വാഭാവികമായും അവരുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് സഫലമായ ദിവസമായതിനാൽ തന്നെ ആളുകളൊക്കെ ഇവിടെ വന്നിങ്ങനെ കണ്ടു മടങ്ങുന്നുണ്ട്. എന്തായാലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ കണ്ടെയ്നറുകളുടെ നീക്കം ആരംഭിച്ചിരിക്കുന്നത് അല്ലേ അമൽ? മാത്രമല്ല, കപ്പൽ അവിടെ എത്തിയതിനു ശേഷം ഇത്രയധികം ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും പങ്കുവെക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ്, അതൊക്കെ എങ്ങനെയായിരുന്നു? രാവിലെ നമ്മൾ 5 മണിക്ക് ഇവിടെ എത്തിയതാണ്. 5 മണിക്ക് എത്തിയപ്പോൾ ഈ മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളുടെ വെളിച്ചം മാത്രമാണ് കടലിലുണ്ടായിരുന്നത്. മനോഹരമായ കാഴ്ചയായിരുന്നു. പിന്നീട് പെട്ടെന്ന് കോസ്റ്റ് ഗാർഡിൻ്റെയോ മറ്റോ ബോട്ട് അവിടേക്ക് കടന്നു പോകുന്നു. ആ വള്ളങ്ങളെല്ലാം മാറ്റുന്നു. പിന്നീട് നമ്മൾ വിദൂരതയിൽ ഒരു ചെറിയ ദൃശ്യം കാണുകയാണ്. ഒരു തീപ്പെട്ടി കഷ്ണത്തിൻ്റെ വലിപ്പം, ഒരു കൂടിൻ്റെ വലിപ്പം മാത്രമുള്ള ഒരു ദൃശ്യം. ആ ദൃശ്യം പിന്നീട് വലുതായി വ്യക്തതയായി വന്നപ്പോഴാണ് അത് ഈ നമ്മുടെ തീരത്തേക്ക് എടുക്കാനുള്ള ആദ്യ ചരക്ക് കപ്പലാണെന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ഞാൻ നിന്നത് ആഴിമല ക്ഷേത്രത്തിന് താഴെയുള്ള ഏറ്റവും അടുത്ത് ഈ ദൃശ്യം കാണാൻ പറ്റുന്ന സ്ഥലത്തായിരുന്നു. അവിടെ ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ഭാരവാഹികളടക്കം വലിയ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കരിമരുന്ന് പ്രയോഗം മുതൽ ചെണ്ടകൊട്ട് മുതൽ നാസിക് ഡോൾ അടക്കം കൊണ്ടുവന്നുകൊണ്ടുള്ള വലിയ ആഘോഷം. അവിടെ പാട്ടും നൃത്തവും മുത്തുക്കുടകളും ഒക്കെ ആയാണ് അവിടെ സ്ത്രീകൾ അടക്കമുള്ളവർ എത്തിയത്. എന്തായാലും അവിടെ നിന്ന് അതങ്ങ് കടന്നു പോകുന്നതോടുകൂടി പിന്നീട് അങ്ങനെ ആഘോഷത്തിനുള്ളൊരു കേന്ദ്രം ഉണ്ടായിരുന്നില്ല. കാരണം പിന്നീട് ഇത്ര അടുത്ത് നിന്ന് ആ കപ്പൽ കാണാൻ പറ്റുന്ന മറ്റ് സ്ഥലമില്ലാത്തതിനാൽ തന്നെയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വിഴിഞ്ഞം തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന തീരപ്രദേശത്ത് പാറകളിലും മറ്റുമൊക്കെ ആളുകൾ ഇങ്ങനെ കയറി കാത്തു നിൽക്കുകയായിരുന്നു രാവിലെ മുതൽ ഈ കപ്പലൊന്ന് കാണാനായി. പ്രത്യേകിച്ച് ഈ കപ്പൽ കണ്ടതുകൊണ്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ ഇത് ഉദ്ഘാടനം പോലും അല്ല എന്ന് കരുതണം. പക്ഷേ അപ്പോഴും ആളുകൾ ഇതിൻ്റെ ഓരോ ഘട്ടത്തെയും, ഇവിടേക്ക് ക്രെയിൻ വന്നപ്പോൾ പോലും ഉയർത്തി വെച്ചിരിക്കുന്ന ക്രെയിനുകൾ ഇവിടേക്ക് കൊണ്ടുവന്ന ഷെൻഹുവായ് എന്ന് പറയുന്ന ഒരു കപ്പലുണ്ടായിരുന്നു. ആ കപ്പൽ വന്നപ്പോൾ പോലും വലിയ ആവേശത്തോടു കൂടി ആളുകൾ ഇവിടേക്ക് എത്തുന്നതും അതിനെ സ്വീകരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. നേരത്തെ പ്രശാന്ത് കൃഷ്ണയോട് സംസാരിച്ച ഒരാൾ പറഞ്ഞത്, അന്നും ഞാൻ ലീവ് എടുത്താണ് വന്നത്, ഇന്നും ഞാൻ ലീവ് എടുത്താണ് വന്നത്. തിരുവല്ലത്തോ മറ്റുള്ള ഒരാളാണ്
ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആളുകൾ ഇതിനെ കാണുന്നത്. ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്, പ്രത്യേകിച്ചും ഈ നാട്ടുകാർക്ക് പ്രതീക്ഷയുണ്ട്. ആദ്യഘട്ടത്തിലേക്ക് ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഇന്ന് നേരത്തെ എലിയസ് ജോൺ മാതൃഭൂമിയോട് തന്നെ മാധു ഇരുന്നപ്പോഴാണ് സംസാരിച്ചതെന്ന് തോന്നുന്നു. ചില ആശങ്കകളും മറ്റുമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇതിൻ്റെ ആദ്യഘട്ടം പ്രവർത്തന സജ്ജമായി എന്ന് നമുക്ക് പറയാൻ കഴിയും. അല്ല എങ്കിൽ വിഴിഞ്ഞം തുറമുഖം വലിയ വികസന സാധ്യതയാണ് എന്നൊക്കെ പറയുമ്പോഴും ഇത് ഒരിടത്തും എത്തിയില്ല എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനകത്ത് കയറിയതാണ്. ആ പോർട്ടിനകത്ത് കയറി അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളമായി, എന്തെല്ലാം ക്രമീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞു എന്ന് നമ്മൾ കണ്ടതാണ്. അത് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി വളരെ കുറച്ച് മാത്രമാണ് പൂർത്തിയാകാനുള്ളത്. അതുകൂടി പൂർത്തിയായാൽ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. എത്രയോ കാലത്തെ കാത്തിരിപ്പാണ് യാഥാർത്ഥ്യമാകുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ സന്തോഷം. ഇനിയിപ്പോൾ നേരിട്ട് ഓരോരുത്തർക്കും ഈ പല ആളുകളുമൊക്കെ നമ്മുടെ യൂട്യൂബിൻ്റെ അടിയിലും മറ്റുമൊക്കെ വന്ന് കമൻ്റ് ഇട്ട് പോകുന്നുണ്ടായിരുന്നു. ഇത് വന്നതുകൊണ്ട് നാട്ടുകാർക്ക് എന്ത് ഗുണം, പാവപ്പെട്ടവർക്ക് എന്ത് ഗുണം, സാധാരണക്കാർക്ക് എന്ത് ഗുണം എന്നൊക്കെ. പക്ഷേ വലിയ ഗുണമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്ത് പിറ്റേ ദിവസം അതിൻ്റെ ഗുണഫലം സാധാരണക്കാർക്ക് ലഭിക്കണമെന്നില്ല. പക്ഷേ വിദൂരതയിൽ എന്തായാലും വലിയ വികസന സാധ്യത തന്നെയാണ്. മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യാവസായിക വാണിജ്യ മേഖലകളുടെ ഒക്കെ ഏറ്റവും വലിയ വികസന ചാലക ശക്തി എന്ന് പറയുന്നത് തുറമുഖങ്ങളാണ്. ദുബായ്ക്കൊപ്പമോ ഒക്കെ ചൈനയിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങൾക്കൊക്കെ വികസനത്തിന്റെ ഇന്ധനമാകുന്നത് തുറമുഖങ്ങളാണ്. അപ്പോൾ ആ വഴിക്ക് ഉള്ള വികസനം വിഴിഞ്ഞം കേരളത്തിന്, ഇന്ത്യക്ക്, രാജ്യത്തിന് ആകമാനം എത്തിക്കുമെന്നുള്ളതാണ് വലിയ പ്രതീക്ഷ.